ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ഊരുഭംഗം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കാളിദാസന് മുൻപുള്ള സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭൻ എന്നറിയപ്പെടുന്ന ഭാസ എഴുതിയിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം ദുര്യോധനന് കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. അതിൽ തന്നെ സാധാരണ മഹാഭാരതത്തിൽ കാണുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ദുര്യോധനൻ്റെ ക്യാരക്ടർ ഈ പ്ലേയിലകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഈ പ്ലേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ട്രാജഡി. Stage manager paints a vivid picture of the desolate and blood-soaked battlefield of Kurukshetra, emphasizing the immense destruction and loss. തുടക്കത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് ഒരു സ്റ്റേജ് മാനേജർ എന്ന് പറയുന്ന ആളാണ്. അതായത് ഈ പ്ലേക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഒരു ബാറ്റിൽ ഫീൽഡിനെ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്നതും മറ്റുമായിട്ടുള്ള ഒരു ചിത്രം ഓഡിയൻസിന് കൊടുക്കുന്നു. അനൗൺസസ് ദ ഫൈനൽ ബാറ്റിൽ ബിറ്റ്വീൻ ദുര്യോധന ആൻഡ് ഭീമ. ഈ കൗരവന്മാരിൽ അവശേഷിക്കുന്നത് ദുര്യോധനൻ മാത്രമാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഒരു ബാറ്റിൽ നടക്കാൻ പോവുക എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് അവിടെ കൊടുക്കുന്നു. 3 warriors enter and engage in a dialogue revealing the battlefield full of corpses, vultures and jackals. 3 വാരിയേഴ്സ് അല്ലെങ്കിൽ യോദ്ധാക്കൾ വേദിയിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ സംഭാഷണത്തിലൂടെയാണ് ഈ ഒരു ബാറ്റിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ബാറ്റിൽ ഈ സ്റ്റേജിൽ കാണിക്കുന്നില്ല. അത് കണ്ടു നിൽക്കുന്ന ഇവരുടെ ഡിസ്ക്രിപ്ഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം തന്നെ അവർ ആ ബാറ്റിൽ ഫീൽഡിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വളരെ ഗ്രാഫിക് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. ഇങ്ങനെ മൃതശരീരങ്ങളും അത് കൊത്തിവലിക്കുന്ന കഴുകന്മാരും കുറുക്കന്മാരും അങ്ങനെയൊക്കെയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ നമുക്ക് ലഭിക്കുന്നു. They witness the duel which takes place in the presence of Krishna, Vyasa, Balarama, Vidura and the Pandavas. അപ്പോൾ അവർ ഈ യുദ്ധം കാണുകയാണ്. ഈ ഭീമനും ദുര്യോധനും തമ്മിലുള്ള ഈ ഗദായുദ്ധം. അവിടെ ഇവരെ കൂടാതെ കൃഷ്ണൻ, വ്യാസൻ, ബലരാമൻ, വിദുരൻ, മറ്റ് പാണ്ഡവന്മാർ എന്നുള്ളവരും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. ആൻഡ് ഡിസ്ക്രൈബ് ഹൗ ദ ഫൈറ്റേഴ്സ് സ്ട്രൈക്ക്, റോർ ആൻഡ് ബ്ലീഡ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. ഈ ഒരു ബാറ്റിലിൻ്റെയും ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെയും വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ ക്യാരക്ടേഴ്സ് പറയുന്നത്. അവരിങ്ങനെ പരസ്പരം അടിക്കുന്നതിൻ്റെയും അവിടെ രക്തമൊഴുകുന്നതിൻ്റെയും അവർ അലറുന്നതിൻ്റെയും ഒക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഈ 3 ഫൈറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. വെൻ ഭീമ ഈസ് ഓൺ ദ വെർജ് ഓഫ് ഡിഫീറ്റ്, കൃഷ്ണ സിഗ്നൽസ് ഹിം ടു ഹിറ്റ് ദുര്യോധനാസ് തൈസ് എഗെയിൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഡുവൽ. ഇനി ദുര്യോധനൻ വളരെ ശക്തനായത് കാരണം കൊണ്ട് ഭീമന് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. എന്നിട്ട് ഒരുപക്ഷെ ഭീമൻ പരാജയപ്പെട്ടേക്കും എന്ന് ഒരവസ്ഥ വരുന്ന സമയത്ത് കൃഷ്ണൻ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. സ്വന്തം തുടയിൽ അടിച്ചുകൊണ്ട് ദുര്യോധനൻ്റെ തുടയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ സിഗ്നൽ കൊടുക്കുന്നത്. പക്ഷേ ഈ ഗദായുദ്ധത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് അരക്ക് താഴെ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ നിയമം തെറ്റിച്ചുകൊണ്ട് ദുര്യോധനൻ്റെ തുടയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. ദെൻ ബലരാമ ഈസ് റേജിങ് ആൻഡ് ദ പാണ്ഡവാസ് ടേക്ക് ഭീമ അവേ ഫ്രം ദ സീൻ. അപ്പോൾ ഭീമൻ ഇത് കണ്ടിട്ട് ദുര്യോധനൻ്റെ തുടയ്ക്ക് അടിക്കുന്നു. അങ്ങനെ തുടയിൽ തകർന്നിട്ട് ദുര്യോധനൻ അവിടെ വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബലരാമൻ ആകെ ദേഷ്യപ്പെടുകയാണ്. കാരണം നിയമം തെറ്റിച്ചിട്ടാണ് അവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബലരാമ ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് അവിടെയുള്ള പാണ്ഡവർ ഈ ഭീമനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് നമുക്ക് ഈ ബാറ്റിലിൻ്റെ സീനിൽ കാണാൻ കഴിയുന്നത്. പാർട്ട് 2, ദുര്യോധനാസ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഫോർഗീവ്നെസ്. ബലദേവ arrives enraged by the dishonorable attack on Duryodhana's thighs. അപ്പോൾ ബലരാമൻ ഇതവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ വരുന്നു. ഈ ചതിയിലൂടെയാണ് അല്ലെങ്കിൽ നിയമം തെറ്റിച്ചിട്ടാണ് ദുര്യോധനനെ അടിച്ചു വീഴ്ത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. He seeks revenge but is pacified by Duryodhana, who surprisingly exhibits forgiveness towards Bhima. അപ്പോൾ ബലരാമൻ വന്നിട്ട് പറയുന്നത്, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും, ഞാൻ പാണ്ഡവരെ എല്ലാം എൻ്റെ കലപ്പ കൊണ്ട് ഞാൻ ഉഴുതുമറിക്കും, അവരെ കൊല്ലും എന്നൊക്കെ പറയുന്ന സമയത്ത് ദുര്യോധനൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, ഇതൊക്കെ എൻ്റെ പ്രവൃത്തിയുടെ തന്നെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് ഭീമനോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അശ്വത്ഥത്മ raged over the deceit, he pledges to kill the Pandavas. Duryodhana again asks him not to. This act hints at Duryodhana's transformation and capacity for understanding.
ഇനി അശ്വത്ഥാമ ഈ സമയത്തല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്. അശ്വത്ഥാമാവും ഇത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ചതിയിലൂടെ ദുര്യോധനനെ പരാജയപ്പെടുത്തി ഇതിന് പ്രതികാരം ചെയ്യും, രാത്രി പോയിട്ട് പാണ്ഡവന്മാരെ മുഴുവൻ തീയിട്ട് കൊല്ലും എന്നാണ് അശ്വത്ഥാത്മാവ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ദുര്യോധനൻ അശ്വത്ഥാത്മാവിനോടും പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം എൻ്റെ കർമ്മങ്ങളുടെ തന്നെ ഫലമായിട്ടാണ് എന്നുള്ള രീതിയിൽ തൻ്റെ ക്യാരക്ടറിനകത്ത് ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള വ്യക്തിയായിട്ടാണ് ദുര്യോധനനെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. പാർട്ട് 3, സീക്കിംഗ് റീകൺസിലിയേഷൻ ആൻഡ് ലാമെൻറ്റിംഗ് ലോസസ്. ധൃതരാഷ്ട്ര ആൻഡ് ഗാന്ധാരി, ദുര്യോധനാസ് ബ്ലൈൻഡ് പാരൻസ് എൻറ്റർ. ദുര്യോധനൻ ഇത്ര സമയമായിട്ടും തിരിച്ചെത്താത്തത് കാരണം കൊണ്ട് ദുര്യോധനൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള പാരൻസ് അവിടേക്ക് കടന്നു വരികയാണ്. അൺഅവെയർ ഓഫ് ദെയർ സൺസ് കണ്ടീഷൻ. ദുര്യോധനൻ ഇങ്ങനെ വീണ് കിടക്കുക എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ഹി റിവീൽസ് ഹിസ് ഡിഫീറ്റ് ആൻഡ് ഇംപെൻഡിങ് ഡെത്ത്. ദുര്യോധനൻ താനപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്നും വീണ് കിടക്കുകയാണെന്നും ഉടനെ തന്നെ മരിക്കാൻ പോകുക എന്നുള്ള കാര്യമൊക്കെ അവരോട് പറയുന്നു. സീക്കിംഗ് ഫോർഗീവ്നെസ് ആൻഡ് എക്സ്പ്രസിംഗ് റിമോഴ്സ് ഫോർ ദെയർ സഫറിങ്. അപ്പോൾ തന്നോട് ക്ഷമിക്കണമെന്നും താൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖം ഉണ്ടായതിൽ എനിക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ദുര്യോധനൻ അവരോട് സംസാരിക്കുന്നത്. ദിസ് സീൻ ഹൈലൈറ്റ്സ് ദി ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദ വാർ ഓൺ ഇന്നസെൻറ്റ് ലൈഫ്സ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യുദ്ധം കാരണം നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് എത്രമാത്രം വിഷമവും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ദുര്യോധനൻ്റെ പാരൻസ് അവർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണ്. എന്നിട്ട് അവരെ പോലുള്ള ആളുകൾക്ക് കൂടി യുദ്ധം കൊണ്ട് നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മാലവി ആൻഡ് പൗരവി, ദുര്യോധനാസ് വൈവ്സ് എൻറ്റർ ലാമെൻറ്റിംഗ് ഹിസ് വൂൺസ് ആൻഡ് ഇംപെൻഡിങ് ഡെത്ത്. ദുര്യോധനൻ്റെ വൈവ്സും ഇതുപോലെ വന്നിട്ട് ദുര്യോധനൻ്റെ അവസ്ഥയെ ചൊല്ലിയിട്ട് വിലപിക്കുകയാണ്. ഹി കൺസോൾസ് ദെം, ഷോക്കേസിംഗ് ഹിസ് ലവ് ആൻഡ് കൺസേൺ, റിവീലിംഗ് എ സോഫ്റ്റർ സൈഡ് റെയർലി സീൻ ബിഫോർ. അപ്പോൾ ദുര്യോധനൻ അവരെയും ആശ്വസിപ്പിക്കുകയാണ്. താൻ യുദ്ധഭൂമിയിൽ നേർക്കുനേർ നിന്നുകൊണ്ടാണ് വീണുപോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നു. തൻ്റെ സ്നേഹമൊക്കെ ദുര്യോധനൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദുര്യോധനൻ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രംഗമൊന്നും നമുക്ക് മഹാഭാരതത്തിൻ്റെ മറ്റു വേർഷനിലൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ദുര്യോധനൻ്റെ അങ്ങനെ ഒരു സോഫ്റ്റർ സൈഡ് കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ദുർജയ, ദുര്യോധനാസ് യങ് സൺ എൻറ്റേഴ്സ്. ദുര്യോധനൻ്റെ മകനും അവിടേക്ക് വരുന്നുണ്ട്. അണേബിൾ ടു സിറ്റ് ഓൺ ഹിസ് ഫാദേഴ്സ് ലാബ് ഡ്യൂ ടു ദ ബ്രോക്കൺ തൈസ്. അപ്പോൾ ദുര്യോധനൻ്റെ മകൻ വന്നിട്ട് ദുര്യോധനൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ദുര്യോധനൻ്റെ തുടയിൽ തകർന്ന് കിടക്കുന്ന കാരണം കൊണ്ട് മടിയിലിരിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലൊരു ഇമോഷണൽ സീനായിട്ടാണ് അതവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദുര്യോധന എക്സ്പ്രസസ് റിഗ്രറ്റ് ഫോർ ഫെയിലിംഗ് ഹിസ് സൺ ആൻഡ് റീറ്ററേറ്റ്സ് ദ പോയിന്റ്ലെസ് ഓഫ് വാർ. അപ്പോൾ വീണ്ടും ഇങ്ങനെ മകനോട് ക്ഷമ ചോദിക്കുകയാണ്. മകന് മടിയിലിരിക്കാൻ പോലും സമ്മതിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് താനുള്ളത് എന്നുള്ള വിഷമമൊക്കെ പങ്കുവയ്ക്കുന്നു. ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു നിഷ്ഫലതയെ കുറിച്ചിട്ട് ദുര്യോധനൻ വീണ്ടും സംസാരിക്കുകയാണ്. പാർട്ട് 4, അക്സെപ്റ്റൻസ് ആൻഡ് ലെഗസി. ദുര്യോധന, he laments his past actions and the tragic outcomes of the war, acknowledging his own role in the suffering. ദുര്യോധനൻ അപ്പോൾ തൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തികളെ കുറിച്ചിട്ടൊക്കെ ഓർത്തെടുക്കുകയാണ്. തൻ്റെ ഈ ഒരു അവസ്ഥ തനിക്ക് അർഹിക്കുന്നത് തന്നെയാണ്, താൻ തന്നെയാണ് തൻ്റെ ഈ ഒരു നാശത്തിന് കാരണമായത് എന്നുള്ള രീതിയിലാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. അതായത് ഈ ചൂതുകളിയിൽ പാണ്ഡവന്മാരെ ചതിക്കുന്നതും അവരെ വനവാസത്തിന് പറഞ്ഞയക്കുന്നതും ഈ ദ്രൗപദിയെ സഭയിൽ വെച്ചിട്ട് അപമാനിക്കുന്നതും അങ്ങനെയുള്ള തൻ്റെ പ്രവൃത്തികളൊക്കെ എത്ര മോശമായിരുന്നു, അതിൻ്റെയൊക്കെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. ബിഡ്സ് ഫെയർവെൽ ടു ഹിസ് ലവ്ഡ് വൺസ്, അക്സെപ്റ്റിംഗ് ഹിസ് ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ. ഇനി ദുര്യോധനൻ തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ വൈഫ്സിനോടും അതുപോലെ തന്നെ മകനോടും എല്ലാം യാത്ര പറയുന്നു. എന്നിട്ട് തൻ്റെ മരണം ദുര്യോധനൻ സ്വീകരിക്കുകയാണ്. അതായത് ദുര്യോധനന് വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ബലരാമനും അശ്വത്ഥാത്മാവും അവിടെ തയ്യാറായിരുന്നെങ്കിലും അവരോടതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിലോസഫിക്കൽ റിഫ്ലക്ഷനോട് കൂടിയിട്ട് മരണത്തെ സ്വീകരിക്കാൻ ദുര്യോധനൻ തയ്യാറാവുകയാണ്. ഹി റിഫ്ലക്ട്സ് ഓൺ ദി ഇംപെർമനൻസ് ഓഫ് ലൈഫ് ആൻഡ് വാനിറ്റി ഓഫ് വേൾഡ്ലി പൊസഷൻസ്. ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്തിട്ട് കുറേ സ്വത്തൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള തിരിച്ചറിവൊക്കെ ദുര്യോധനൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ദിസ് മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് ഡിപ്പാർച്ചർ ഫ്രം ഹിസ് യൂഷ്വൽ പോർട്രയൽ ആസ് എ പ്രൈഡ്ഫുൾ ആൻറ്റഗോണിസ്റ്റ്. ദുര്യോധനനെ നമുക്ക് മഹാഭാരതത്തിൻ്റെ മറ്റെല്ലാ വേർഷനിലും കാണാൻ കഴിയുന്നത് അഹങ്കാരിയായിട്ടുള്ള ഒരു വില്ലൻ എന്നുള്ള രീതിയിലാണ്. അതിൽ നിന്ന് ഒരു വ്യതിചലനമായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ദുര്യോധനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഡെത്ത്. ദുര്യോധന ഡൈസ് ബ്രേവ്ലി, ലീവിംഗ് ബിഹൈൻഡ് എ കോംപ്ലക്സ് ലെഗസി ദറ്റ് ചലഞ്ചസ് ട്രഡീഷണൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഹിസ് ക്യാരക്ടർ. അങ്ങനെ ദുര്യോധനൻ വളരെ ധൈര്യപൂർവ്വം ശാന്തമായിട്ട് അവിടെ മരിച്ചു വീഴുകയാണ്.
അപ്പോൾ ദുര്യോധനൻ്റെ ക്യാരക്ടർ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ചിന്തകളിലും സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുള്ള തിരിച്ചറിവ് നേടിയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന രീതിയിലാണ് ഈ ഒരു നാടകത്തിൽ ദുര്യോധനനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Why does the first soldier describe the battlefield as the abode of pride and glory? അബോർഡ് എന്ന് പറയുന്നത് ഹോമാണ്. അപ്പോൾ ഹോം ഓഫ് പ്രൈഡ് ആൻഡ് ഗ്ലോറി എന്നാണ് ബാറ്റിൽ ഫീൽഡിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. The first soldier describes the battlefield as the abode of pride and glory because it was where the great warriors fought valiantly for honor and victory. ഈ ഓണറിനും വിക്ടറിക്കും വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ യോദ്ധാക്കളെല്ലാം പോരാടിയിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹോം ഓഫ് പ്രൈഡ് ആൻഡ് ഗ്ലോറി എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബാറ്റിൽ ഗ്രൗണ്ട്? ഇനി യുദ്ധം നടക്കുന്ന ബാറ്റിൽ ഗ്രൗണ്ട് എവിടെയാണ്? ദ നെയിം ഓഫ് ദ ബാറ്റിൽ ഗ്രൗണ്ട് ഈസ് സമന്ത പഞ്ചക നിയർ കുരുക്ഷേത്ര. കുരുക്ഷേത്രത്തിലാണ് ഈ യുദ്ധം മുഴുവനായിട്ട് നടക്കുന്നത്. ഈ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഈ ഗതായുധം നടക്കുന്നത് സമന്ത പഞ്ചക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്താണ്. Who are all present as spectators in the battlefield when the duel between Duryodhana and Bhima takes place? ഇനി ഇവർ തമ്മിലുള്ള ഈ ഗതായുദ്ധം കാണാൻ വേണ്ടി അവിടെ ആരാണ് ഉണ്ടായിരുന്നത്? The spectators present in the battlefield during the duel between Duryodhana and Bhima include Vyasa, Vidura, Balarama, Krishna and the Pandavas. വ്യാസൻ, വിദുരൻ, ബലരാമൻ, കൃഷ്ണൻ, അതുപോലെ പാണ്ഡവർ എന്നുള്ളവരാണ് അവിടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ നാടകത്തിൽ പിന്നീട് വരുന്ന അശ്വത്ഥാത്മാവ്, ദുര്യോധനൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നിവരൊക്കെ ഇതിന് ശേഷമാണ്, ഈ ബാറ്റിലിന് ശേഷമാണ് അവിടേക്ക് വരുന്നത്. വാട്ട് വാസ് ദ റീസൺ ഫോർ ബലരാമാസ് റേജ് അഗെയിൻസ്റ്റ് ഭീമ? ബലരാമന് ഭീമനോട് വളരെ ദേഷ്യം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? Balarama's rage against Bhima was due to the dishonorable attack on Duryodhana's thighs, which was against the rules of war and considered unfair. ഭീമൻ ദുര്യോധനനെ വീഴ്ത്തുന്നത് ദുര്യോധനൻ്റെ തുടയിൽ അടിച്ചു തകർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഗദായുദ്ധത്തിൻ്റെ നിയമപ്രകാരം അരക്ക് താഴെ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിയമം തെറ്റിച്ചുകൊണ്ട് ദുര്യോധനെ വീഴ്ത്തിയതിനാലാണ് ബലരാമന് വളരെ ദേഷ്യം തോന്നുന്നത്. വൈ ഡസ് ധൃതരാഷ്ട്ര ഫോൾ അൺകോൺഷ്യസ്? ഈ ധൃതരാഷ്ട്ര ബോധം നഷ്ടപ്പെട്ട് വീഴാനുള്ള കാരണം എന്താണ്? ധൃതരാഷ്ട്ര ഫോൾസ് അൺകോൺഷ്യസ് അപ്പോൺ ഹിയറിംഗ് ദ ന്യൂസ് ഓഫ് ദുര്യോധനാസ് ഫോൾ ആസ് ഹി ഈസ് ഓവർവെൽംഡ് വിത്ത് ഗ്രീഫ് ആൻഡ് സോറോ ഫോർ ദ ലോസ് ഓഫ് ഹിസ് സൺ. ദുര്യോധനൻ ഇങ്ങനെ വീണ് കിടക്കുകയാണെന്നും ഉടൻ തന്നെ മരിച്ചു പോകുമെന്നുള്ള വിവരം അറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ധൃതരാഷ്ട്രർ അവിടെ ബോധം കെട്ടു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും അതിൻ്റെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അഡ്വൈസ് ഗിവൺ ബൈ ദുര്യോധന ടു ദുർജയ ഓൺ ഹിസ് ഡെത്ത് ബെഡ്? ദുര്യോധനൻ മരിച്ചു പോകുന്നതിന് മുമ്പ് മകന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? സെർവ് ദ പാണ്ഡവാസ് ആസ് യു വുഡ് സെർവ് മീ. തന്നെ കണക്കാക്കുന്നത് പോലെ തന്നെ, തന്നെ സെർവ് ചെയ്യുന്ന പോലെ തന്നെ പാണ്ഡവരെയും സെർവ് ചെയ്യണമെന്നാണ് മകനോട് ദുര്യോധനൻ പറയുന്നത്. ട്രീറ്റ് ദ്രൗപദി, ഉത്തര ആൻഡ് കുന്തി ലൈക്ക് യുവർ ഓൺ മദർ. ഇനി പാണ്ഡവരുടെ പക്ഷത്തുള്ള സ്ത്രീകളായിട്ടുള്ള ദ്രൗപദി, ഉത്തര, കുന്തി തുടങ്ങിയവർ സ്വന്തം അമ്മയെപ്പോലെ കാണണം എന്നുകൂടി ദുര്യോധനൻ മകനോട് പറയുന്നുണ്ട്. ഡു നോട്ട് ഗ്രീവ് ബിക്കോസ് ഐ ഹാവ് ഡൈഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ബൈ മൈ ഈക്വൽ. തനിക്ക് ചേർന്ന ഒരു എതിരാളിയാലാണ് താൻ ഇവിടെ വീഴ്ത്തപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് ദുഃഖിക്കരുത് എന്നുകൂടി മകനോട് ദുര്യോധനൻ പറയുന്നു. ഓഫർ ലിബേഷൻസ് വിത്ത് ദ സൺസ് ഓഫ് പാണ്ഡു. ഇനി താൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തര ചടങ്ങുകൾ പാണ്ഡുവിൻ്റെ മക്കളുടെ കൂടെ, അതായത് പാണ്ഡവരുടെ കൂടെ ചേർന്നുകൊണ്ട് നടത്തണം. അവരുടെ ശത്രുത കാണിച്ചുകൊണ്ട് മാറി നിൽക്കരുത്, അവിടെ ഒരുമിച്ചുണ്ടാവണം എന്നുള്ള രീതിയിലാണ് ദുര്യോധനൻ മരിച്ചു പോകുന്ന സമയത്ത് മകനോട് പറയുന്നത്. വൈ ഡസ് ദുര്യോധന ഫീൽ ദാറ്റ് ഹി ഡിസേർവ്സ് ദിസ് പ്ലൈറ്റ്? ഇനി തൻ്റെ ഈ ഒരു അവസ്ഥ താൻ അർഹിക്കുന്നതാണെന്ന് ദുര്യോധനൻ കരുതാനുള്ള കാരണം എന്താണ്? ദുര്യോധന ഫീൽസ് ഹി ഡിസേർവ്സ് ഹിസ് പ്ലൈറ്റ് ഡ്യൂ ടു ഹിസ് ഓൺ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. തൻ്റെ തന്നെ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് ഇതെന്നാണ് ദുര്യോധനൻ പറയുന്നത്. ആ പ്രവൃത്തികളെ കുറിച്ചിട്ട് നമ്മൾ സമ്മറിയിൽ പറഞ്ഞതാണ്. ഈ ദ്രൗപദിയെ അപമാനിക്കുന്നത്, പാണ്ഡവരെ ചൂതുകളിയിൽ ചതിച്ചിട്ട് വനവാസത്തിന് പറഞ്ഞയക്കുന്നത് തുടങ്ങിയിട്ടുള്ള തൻ്റെ പ്രവൃത്തിയുടെ തന്നെ ഫലമാണിതെന്നാണ് ദുര്യോധനൻ കരുതുന്നത്. He acknowledges his pride, greed and arrogance as contributing factors to his downfall. തൻ്റെ അഹങ്കാരം, തൻ്റെ അത്യാർത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ദുര്യോധനൻ മനസ്സിലാക്കുന്നു. ദുര്യോധന accepts his fate as a consequence of his own choices.
ആ രീതിയിൽ താൻ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഫലമായിട്ടാണ് തനിക്ക് ഒരു അവസ്ഥ വന്നത് എന്നാണ് ദുര്യോധനൻ കണക്കാക്കുന്നത്. ഹൗ ഡസ് അശ്വത്ഥാത്മ എക്സ്പ്രസ് ഹിസ് റേജ് അഗൈൻസ്റ്റ് പാണ്ഡവാസ് ആൻഡ് ഹൗ ഡസ് ദുര്യോധന പസിഫൈ ഹിം? ഇനി അശ്വത്ഥാത്മ എങ്ങനെയാണ് തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, ദുര്യോധന എങ്ങനെയാണ് അയാളെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നത്? അശ്വത്ഥാത്മ എക്സ്പ്രസ്സസ് ഹിസ് റേജ് ബൈ പ്ലെഡ്ജിങ് ടു കിൽ ദ പാണ്ഡവാസ് ടു അവെഞ്ച് ദുര്യോധനാസ് ഡെത്ത്. ദുര്യോധനന്റെ മരണത്തിന് പ്രതികാരമായിട്ട് പാണ്ഡവന്മാരെ എല്ലാം കൊന്നൊടുക്കും എന്നുള്ള രീതിയിലാണ് അശ്വത്ഥാത്മ പറയുന്നത്. അതായത് രാത്രിയായി അവർ ഉറങ്ങുന്ന സമയത്ത് അവിടെ എല്ലാം പോയി തീയിടും എന്നാണ് അശ്വത്ഥാത്മാവ് പറയുന്നത്. ദുര്യോധന പസിഫൈസ് അശ്വത്ഥാത്മ ബൈ ആസ്കിങ് ഹിം നോട്ട് ടു സീക്ക് റിവെഞ്ച് ആസ് ഇറ്റ് വുഡ് ഓൺലി ലീഡ് ടു മോർ വയലൻസ് ആൻഡ് സഫറിങ്. ഇനി വീണ്ടും മരണങ്ങൾ ഉണ്ടാവേണ്ടതില്ല എന്നാണ് ദുര്യോധനൻ പറയുന്നത്. അതായത് ദുര്യോധനന്റെ തന്നെ 100 സഹോദരങ്ങൾ, കർണൻ തുടങ്ങിയിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം മരിച്ചു പോയതുപോലെ ഇനി വീണ്ടും ആളുകൾ കൊല്ലപ്പെടേണ്ടതില്ല എന്നാണ് ദുര്യോധനൻ അശ്വത്ഥാത്മാവിനോട് പറയുന്നത്. ദുര്യോധന റീകോൺസ് ഹ്യൂമിലിയേറ്റിംഗ് ദ്രൗപദി ആൻഡ് സെൻഡിങ് പാണ്ഡവാസ് ടു ദ ഫോറസ്റ്റ് ടു സേ ദാറ്റ് ഹി ഡിസേർവ്സ് ദിസ് ഫേറ്റ്. ഇനി ദുര്യോധനൻ തൻ്റെ പ്രവർത്തികളെ കുറിച്ചും പറയുന്നുണ്ട്. ദ്രൗപദിയെ അപമാനിച്ചത്, പാണ്ഡവരെ വനവാസത്തിലേക്ക് പറഞ്ഞയച്ചത് തുടങ്ങിയിട്ടുള്ള തൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് തനിക്ക് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആരോടും പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാണ് ദുര്യോധനൻ അശ്വത്ഥാത്മാവിനോട് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഡൈയിങ് സീൻ ഓഫ് ദുര്യോധന. ദുര്യോധനന്റെ ആ മരണ നിമിഷത്തെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദുര്യോധന ബിഡ്സ് ഫെയർവെൽ ടു ഹിസ് ലവ്ഡ് വൺസ് ഇൻക്ലൂഡിങ് ഹിസ് പാരൻസ്, വൈഫ്സ് ആൻഡ് ദി സൺ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ആളുകളായിട്ടുള്ള മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ വൈഫ്സ്, അദ്ദേഹത്തിൻ്റെ മകൻ തുടങ്ങിയവരോടൊക്കെ ദുര്യോധനൻ യാത്ര പറയുന്നു. ഹി എക്സ്പ്രസസ് ഹിസ് റിഗ്രറ്റ്സ് ആൻഡ് ആസ്ക്സ് ഫോർ ഫോർഗീവ്നെസ് ഫ്രം ഹിസ് ഫാമിലി. അപ്പോൾ ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് നയിച്ചതിലും നാശങ്ങൾ ഉണ്ടായതിലും തനിക്കുള്ള റിഗ്രറ്റ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തൻ്റെ മാതാപിതാക്കളുടെ അടുത്തു നിന്നെല്ലാം അദ്ദേഹം അതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ദുര്യോധന അക്സെപ്റ്റ്സ് ഹിസ് ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റിഫ്ലെക്ട്സ് ഓൺ ദി ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വേൾഡ്ലി ഡിസയേഴ്സ്. മരണത്തെ ശാന്തമായിട്ടാണ് ദുര്യോധനൻ വരവേൽക്കുന്നത്. ഈ ലോകത്ത് ഒരുപാട് സ്വത്ത് സമ്പാദിക്കണം തുടങ്ങിയിട്ടുള്ള ആഗ്രഹങ്ങളുടെ എല്ലാം നിഷ്ഫലതയെ കുറിച്ചിട്ട് ദുര്യോധനൻ സംസാരിക്കുന്നുണ്ട്. He dies peacefully, leaving behind a legacy of introspection and questioning the cost of his actions. അങ്ങനെ പീസ്ഫുള്ളി, അതായത് തന്നെ ഇങ്ങനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വിലപിച്ചുകൊണ്ടൊന്നുമല്ല ദുര്യോധനൻ മരിക്കുന്നത്. തൻ്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ് എന്നുള്ള രീതിയിൽ ശാന്തമായിട്ടാണ് ദുര്യോധനൻ മരിക്കുന്നത്. അങ്ങനെ ദുര്യോധനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന ഒരു ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ദുര്യോധനന്റെ മരണം ഈ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ബാസാസ് ഡിപ്പാർച്ചർ ഫ്രം നാട്യശാസ്ത്ര റൂൾസ് ഇൻ ഊരുബംഗ. ഇനി ഈ നാടകത്തിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള അവതരണമാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ട്രാജിക് ഹീറോ. ദ ഡെത്ത് ഓഫ് ദുര്യോധന വയലേറ്റ്സ് നാട്യശാസ്ത്ര റൂൾ ഓഫ് ഹാപ്പി എൻഡിങ്സ്. നാട്യശാസ്ത്രത്തിൽ നാടകങ്ങളെ കുറിച്ച് പറയുന്നത് ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിലാണ്. ട്രാജഡി പൊതുവിൽ അവിടെ ഉണ്ടാവാറില്ല. ആ രീതിയിൽ അതിൽ നിന്നുള്ളൊരു വ്യതിചലനമാണ് ഈ നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രാഫിക് വയലൻസ്. The description of Duryodhana's broken thighs break the convention of avoiding on-stage violence. നാട്യശാസ്ത്രയിൽ സ്റ്റേജിനകത്ത് വയലൻസ് പൊതുവിൽ അവതരിപ്പിക്കപ്പെടാത്ത ഒന്നാണ്. പക്ഷെ ഇവിടെ ഈ 3 വോറിയേഴ്സിൻ്റെ ഡയലോഗിൽ നിന്ന് വളരെ ഗ്രാഫിക് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഫൈറ്റിൻ്റെയും രക്തമൊഴുകുന്നതിൻ്റെയും അവിടെ മൃതശരീരങ്ങൾ കിടക്കുന്നതിൻ്റെയൊക്കെ വിവരണങ്ങളുള്ളത്. അത് നാട്യശാസ്ത്ര റൂൾസ് എന്നുള്ളൊരു വ്യതിചലനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബ്രേക്കിംഗ് ക്യാരക്ടർ സ്റ്റീരിയോടൈപ്സ്. Duryodhana's introspection and remorse challenging his typical portrayal as a solely evil character. മറ്റൊന്ന് ക്യാരക്ടർ സ്റ്റീരിയോടൈപ്സ് ആണ്. അതായത് ഒരാൾ ഹീറോ, ഒരാൾ പ്രൊട്ടഗോണിസ്റ്റ്, ആൻറ്റഗോണിസ്റ്റ് എന്ന രീതിയിൽ ഹീറോ വില്ലൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്ന രീതിയിലാണ് ദുര്യോധനനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നാട്യശാസ്ത്ര റൂൾസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. നോ യൂസ് ഓഫ് സംസ്കൃത് ബെനഡിക്ഷൻ. The play starts directly with the stage directions, deviating from the usual opening prayer. ഇനി സാധാരണ സംസ്കൃത നാടകങ്ങൾ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആരംഭിക്കാറുള്ളത്. ഇവിടെ പക്ഷേ ആദ്യം തന്നെ ഒരു സ്റ്റേജ് മാനേജർ വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണുള്ളത്. ആ രീതിയിൽ കൂടി ഈ യൂഷ്വൽ ആയിട്ടുള്ള നാട്യശാസ്ത്ര റൂൾസിൽ നിന്നുള്ള ഒരു വ്യതിചലനം നമുക്ക് ഈ പ്ലേയിൽ കാണാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഊരുബംഗ ആസ് എ ട്രാജിക് പ്ലേ ബൈ ബാസ. ഇനി ഈ പ്ലേനെ ഒരു ട്രാജിക് പ്ലേ എന്ന രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Urubanga is considered a tragic play because it focuses on the downfall and death of Duryodhana, a tragic hero. ഇതിനകത്ത് ട്രാജിക് ഹീറോ ആണുള്ളത്. അതായത് ദുരന്തം ഏറ്റുവാങ്ങുന്ന, മരണപ്പെടുന്ന ഒരു നായകനാണ് ഇതിനകത്തുള്ളത്. ആ രീതിയിൽ ഇതൊരു ട്രാജിക് പ്ലേ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്.
The play explores themes of fate, hubris, and the consequences of one's actions, typical of a tragedy. ഇനി ക്ലാസിക്കൽ ട്രാജഡിയുടെ ഭാഗമായിട്ട് വരുന്ന ഹുബ്രിസ്, അതായത് ഒരാളുടെ അഹങ്കാരം കാരണം കൊണ്ട് ഒരാൾക്ക് ട്രാജഡി സംഭവിക്കുന്നത്, ഒരാളുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരാൾക്ക് ട്രാജഡി ഉണ്ടാവുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ട്രാജിക് പ്ലേ ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. Basa's portrayal of Duryodhana's introspection and the reconciliation with his fate adds depth to the tragic elements of the play. കൂടാതെ ദുര്യോധനൻ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇതെന്നും താനിത് സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഡയലോഗുകൾ ദുര്യോധനൻ പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു ട്രാജിക് പ്ലേയുടെ എലിമെൻറ്റ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. കഥാർസിസ്. The audience experiences pity and fear for Duryodhana, questioning the cost of war and fate's cruelty. മറ്റൊന്ന് കഥാർസിസ് ആണ്. അതായത് ഇത് കാണുന്ന ആളുകളിൽ ദുര്യോധനോടൊരു സഹതാപവും ഭയവും എല്ലാം ഉണ്ടാവുന്നു. അതായത് അഹങ്കാരത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം കാണികളിൽ ഉണ്ടാവുന്നുണ്ട്. അതും ഒരു ട്രാജിക് പ്ലേയുടെ ഒരു ബേസിക് എലിമെൻ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഘടകങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതൊരു ട്രാജിക് പ്ലേ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലേയിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.